അപ്പോ അയാൾ നമ്മളെ സഹായിക്കില്ല എന്നത് ഉറപ്പായി അല്ലേ? അങ്ങനെ തീർത്ത് പറയാറായിട്ടില്ല. തുറന്നടിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എന്തു വന്നാലും എനിക്കെതിരെ വാദിക്കാൻ ഗോകുല് കോടതിയിൽ വരില്ല എന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതിനുവേണ്ട ഡോസ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇയാളുടെ കാര്യത്തിൽ പണ്ടും പലതവണ നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. അന്നത്തെ അവസ്ഥയിലല്ല ഗോകുൽ ഇപ്പൊ നിൽക്കുന്നത്. അന്ന് അയാൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? കുടുംബത്തിനകത്ത് നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾക്കിടയിലല്ല അയാളിപ്പോ നിൽക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും ഒരു തീരുമാനത്തിലെത്താൻ ഗോകുലിന് കഴിയില്ല. സച്ചിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആരതിയെ ഇറക്കി എല്ലാ കളികളും കളിച്ചത് അയാളാ. സച്ചി അയാളും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ബന്ധമല്ലല്ലോ ഇപ്പൊ ഉള്ളത്. അർച്ചനയ്ക്ക് വേണ്ടി പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന രണ്ട് മൃഗങ്ങളല്ലേ അവരിപ്പോ. എന്നാലും ഈ സുഗതൻ മേനോൻ ഇപ്പൊ എവിടെ നിന്ന് വന്നെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അയാളെ ഇറക്കി ഈ കേസ് കുത്തിപ്പൊക്കിയതിന് പിന്നിൽ ഒരു വലിയ പ്ലാനിംഗ് ഉണ്ട്. സുഗതൻ മേനോൻ വെറും ഒരു ആയുധമാണ്. ആ ആയുധം പിടിച്ചിരിക്കുന്ന കൈയുടെ ഉടമസ്ഥനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അധികം താമസിയാതെ അത് ഞാൻ കണ്ടെത്തും. മൂർത്തി അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കോളൂ. ആ സമയം കൊണ്ട് ഗോകുലിന്റെ കാര്യത്തിൽ ഞാനും ഒരു തീരുമാനത്തിലെത്താം. സുഗതൻ മേനോനെ ഇറക്കി കളിക്കുന്ന ഈ കളിയുടെ പ്ലാനിങ്ങിൽ ഗോകുലിന് എന്തെങ്കിലും പങ്കുണ്ടോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എത്ര നാളായി നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടിട്ട്. നിന്റെ കോൾ വന്നപ്പോ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഇപ്പൊ എന്തു പറ്റി? പഴയ സ്ട്രെസ് വീണ്ടും കൂടിയോ? ഒരു പേഷ്യന്റിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പൊ നിന്റെ മുഖത്തുണ്ട്. നീ പറഞ്ഞു വളരെ കറക്റ്റാ. മെന്റലി ഞാനിപ്പോ ഒരു പേഷ്യന്റാ. എന്റെ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കാണാൻ വരുന്ന എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റിന്റെ ജോലി. എന്താ നിന്റെ പ്രശ്നം? കുറച്ച് ദിവസമായിട്ട് മനസ്സിനൊരു സമാധാനവുമില്ല. കോടതിയിലെ പ്രശ്നമോ അതോ വീട്ടിലെ പ്രശ്നമോ? നിനക്കറിയാമല്ലോ, കോടതിയിലെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെയും മാനേജ് ചെയ്യും. പക്ഷേ വീട്ടിലെ ചില കാര്യങ്ങള് അതാ എന്റെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നത്. ഗോകുൽ, ലോകത്തിലെ ഏത് ധൈര്യശാലിക്കും ഏറ്റവും വലിയ യുദ്ധഭൂമി സ്വന്തം വീട് തന്നെയായിരിക്കും. ലോകം മുഴുവൻ ജയിച്ചു വന്നാലും വീടിനുള്ളിൽ സമാധാനം പോയാൽ അതോടെ തീർന്നുമില്ല. നീ സൈക്കാട്രിസ്റ്റ് ആയത് വെറുതെ അല്ല. എന്തായാലും നീ വക്കീലായതിനേക്കാളും ഭേദമാണ് ഞാൻ സൈക്കാട്രിസ്റ്റ് ആയത്. വെറുതെ ജീവിതകാലം മുഴുവൻ കോടതിയിൽ കയറി കള്ളം പറയണ്ടല്ലോ. മനസാക്ഷിക്ക് നിരക്കാത്ത കള്ളങ്ങൾ പറയുന്നതിന്റെ സ്ട്രെസ്സാണിത്. അതല്ലേ സത്യം? സത്യം പറഞ്ഞാ നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. വീട്ടിലെന്താ, വൈഫുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈഫുമായിട്ട് പ്രശ്നങ്ങളില്ലെന്നല്ല, പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഉള്ളിൽ തന്നെയാ. ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ ചെയ്ത പലതും തെറ്റായി പോയെന്നൊരു ചിന്ത എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ ഫാമിലി നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ഞാൻ എന്നെ തന്നെയാ സ്വയം കുറ്റപ്പെടുത്തുന്നത്. ഞാനല്ലാതെ മറ്റാരും ഇതിന് ഉത്തരവാദികളല്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം ഫാമിലി തന്നെയാ ഏറ്റവും വലിയ വാർ സ്പേസ്.